സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ നമ്മളേറെ ഓർക്കേണ്ട, നമ്മളേറെ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ജൂതന്മാരുടെ അക്രമങ്ങളാൽ, ആ തീവ്രവാദികളുടെ കൈകളാൽ മുസ്ലിമീങ്ങളായ പാവങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ, അവരുടെ ജീവനുകൾ പൊലിയുന്നത് നമുക്ക് കാണുന്നുണ്ട്. അതാ ഈ ഈദ് ദിവസത്തിലും അവരുടെ വേദനകൾ മറന്നുകൊണ്ട്, അതുപോലെ തന്നെ അവരുടെ പ്രയാസങ്ങൾ മറന്നുകൊണ്ട് 40,000-വും 50,000-വും കൊല്ലപ്പെട്ടിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ജമാഅത്തായിക്കൊണ്ട് ഈദ് മുസല്ലകളിൽ ഈദ് നിസ്കരിച്ച ആ ഫലസ്തീൻ ജനതയെ നമ്മൾ മറന്നുകൂടാ. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി തക്ബീറുകൾ മുഴക്കുന്ന, റബ്ബ് സന്തോഷിക്കാൻ പറഞ്ഞ ദിവസത്തിൽ സന്തോഷിക്കുന്ന ആ ജനതയെ നമ്മൾ മറന്നുകൂടാ. റബ്ബ് സുബ്ഹാനഹു വ തആലയോട് അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ നമ്മളുടെ സമയങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രയാസങ്ങൾ മാറ്റി നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെതിരെ പ്രവർത്തനം നടത്തുന്ന ജൂതന്മാരും അവരെ സഹായിക്കുന്നവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ലോകർക്ക് അടയാളമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശക്തി അവരുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു നൽകുമാറാകട്ടെ. ആമീൻ. അതുപോലെ സഹോദരങ്ങളെ, മുസ്ലിം സമൂഹമേ, നമ്മളുടെ ഇജ്ജത്ത്, അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന ഈ സംഭവങ്ങളും അതുപോലെ മറ്റു സംഭവങ്ങളുമെല്ലാം ഇതെല്ലാം ഒരൊറ്റ കാരണം കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ വാക്ക് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും നിന്ദ്യരായ ഒരു സമൂഹമായിരുന്നു, ഒരു വിലയുമില്ലായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലോകത്തൊരു വിലയും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അഭിമാനമുള്ളവരാക്കി. ഫഅഅസ്സന അല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ട് നമ്മൾക്ക് അഭിമാനമുള്ളവരാക്കി നമ്മളെ. പക്ഷേ ആരെങ്കിലും അതുകൊണ്ടല്ലാതെ അഭിമാനം തേടിയാൽ, വമൻ അറാദൽ ഇസ്സത വമൻ ഇബ്തഗൽ ഇസ്സത ബിഗൈരി മാ അഅസ്സന അല്ലാഹ്, അല്ലാഹു നമ്മളെ ആ അഭിമാനമുള്ളവരാക്കിയത് കൊണ്ടല്ലാതെ ആരെങ്കിലും അഭിമാനം തേടിയാൽ അദല്ലനല്ലാഹ്, അല്ലാഹു നമ്മളെ നിന്ദിക്കുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അതിൽപ്പെട്ട ഏറ്റവും വലിയ ഒരു അടയാളങ്ങളിൽപ്പെട്ട, അല്ലെങ്കിൽ നിന്ദ്യതയുടെ അടയാളങ്ങളിൽപ്പെട്ട ഒരടയാളമാണ് ഈ ഭിന്നിപ്പും കക്ഷിത്വവും അതുപോലെ തന്നെ ചേരിതിരിവുകളും മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാക്കിയ ഈ ഭിന്നിപ്പും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളും സംഘടനകളും സംഘങ്ങളുമായി മുസ്ലിം സമൂഹത്തെ ഛിന്ന ഭിന്നമാക്കിയിട്ടുള്ള ഈ അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കയറിൽ മുറുകെ പിടിക്കണം. അള്ളാഹുവിന്റെ കയറിൽ മുറുകെ പിടിക്കണം. എന്താണ് അള്ളാഹുവിന്റെ കയറ്? അള്ളാഹുവിന്റെ കിതാബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ്. അതിൽ നിങ്ങൾ മുറുകെ പിടിക്കണം. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്.